നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് വന്നു ഭവിക്കാൻ പോകുന്നത്. ഈ ഓണത്തോട് കൂടിയിട്ട് തിരുവോണ നക്ഷത്രത്തിന് ശേഷം അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ്. അത്രയേറെ എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ഒരുപാട് വർഷങ്ങളായതിലല്ലേ ആ അത്തരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യുകയും സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് വന്നു ഭവിക്കാൻ പോകുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളും ധനപരമായിട്ടാണെങ്കിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ജോലി സംബന്ധമായിട്ടുള്ള പല പല നഷ്ടങ്ങൾ സംഭവിച്ചു. ജോലി സ്ഥിരതയില്ലാതെ വന്ന ഓരോ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അതിലുപരി സന്താനങ്ങളാൽ വളരെ വളരെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുന്ന സാഹചര്യങ്ങളും അതിലുപരി സന്താനങ്ങൾക്ക് ധനപരമായിട്ടുള്ള നഷ്ടങ്ങളാൽ വളരെ വളരെ വിഷമത്തോട് കൂടിയിട്ടുള്ള കുടുംബത്തിൽ സങ്കടകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് തരണം ചെയ്യാനും അതുപോലെ തന്നെ സന്താനങ്ങളാൽ ഇല്ലാത്തൊരു വിഷമത്താൽ വളരെ വളരെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മറികടക്കാൻ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ്. അതിശ്രേഷ്ഠമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ പോകുന്നത്. നക്ഷത്രങ്ങൾ ആരെല്ലാം എന്നും പറയാം. പുണർദം, പൂയം, ആയില്യം, ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഒരുപാട് പ്രയാസങ്ങളാൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് ഒരുപാട് സങ്കടങ്ങളാൽ വളരെ വളരെ കഷ്ടപ്പെട്ടിരുന്ന ആ സ്ഥിതിയിൽ നിന്നെല്ലാം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ്. ഒരുപാട് ദിനങ്ങൾ മനസ്സമാധാനം ഇല്ലാണ്ട് കരഞ്ഞ ദിവസങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ. അത്രയ്ക്ക് ദുരിതങ്ങൾ അനുഭവിച്ച ദിനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം മറികടന്ന് ആഗ്രഹങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് നേടിയെടുക്കാനും അതിലുപരി സന്താനങ്ങളാൽ വളരെ വളരെ അഭിവൃദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു സൗഭാഗ്യത്തോട് കൂടിയിട്ടുള്ളൊരു ദിനങ്ങളാണ് വന്നു ഭവിക്കാൻ പോകുന്നത്. അത്രയേറെ ശ്രേഷ്ഠമാണ്. സർവൈശ്വര്യം വന്നു ഭവിക്കുന്ന ഭവനമാണ്. അതിനാൽ വാഹനം, ഭൂമി, അതുപോലെ അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ വാങ്ങി ലഭിക്കാനും സന്തോഷപ്രദമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ഭവനത്തിൽ വന്നു ചേരാനും വിവാഹ തടസ്സങ്ങളാൽ വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അത്തരത്തിലുള്ള നല്ലൊരു വിവാഹാലോചന വന്ന് നല്ല അതിലൂടെ തന്നെ അഭിവൃദ്ധിയോട് കൂടിയിട്ടുള്ള വിവാഹം നടക്കാനുള്ള സമയം കൂടിയാണ്. അതിശ്രേഷ്ഠമാണ്. ജോലി സംബന്ധമായിട്ട് വളരെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുന്ന ആ വ്യക്തികൾക്കും നല്ലൊരു ജോലി കൈവരിക്കാനും അതിലുപരി സന്താനങ്ങളും സന്തോഷപ്രദമായിട്ടുള്ള അങ്ങനെ ഐക്യത്തോട് കൂടിയിട്ടുള്ള പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളോട് കൂടിയിട്ടുള്ള സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ്. അത്രയേറെ ശ്രേഷ്ഠമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭവനത്തിൽ വന്നു ഭവിക്കാൻ പോകുന്നത്. ഒരുപാട് ശത്രുക്കളാൽ ഒരുപാട് തടസ്സങ്ങൾ അനുഭവിച്ച ആ വ്യക്തികൾക്ക് തിരിച്ചടിയായിട്ടാണ് നിങ്ങളുടെ ജീവിതം മാറുകയാണ്. അത്രയേറെ ശ്രേഷ്ഠമാണ്. അതിൻ്റെ ഒരു പ്രകാശം ഭവനത്തിൽ വന്നു ചേരുന്നതുമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തന്നെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു വെളിച്ചം വന്നു ഭവിക്കുകയും അതിലുപരി ശത്രുദോഷങ്ങളാൽ അനുഭവിച്ചു എന്ന് പറയുന്ന ആ വ്യക്തികൾക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ വരേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇത്രയൊക്കെ പറഞ്ഞ, ഇത്രയൊക്കെ ചെയ്തു, ഇത്രയൊക്കെ പ്രവർത്തിക്കേണ്ടില്ലായിരുന്നു എന്ന് പറയുന്ന സാഹചര്യം വന്നു ഭവിക്കുകയാണ്. ആ ശത്രുദോഷങ്ങൾ അത്രയേറെ ഉണ്ടായിരുന്ന ആ വ്യക്തികൾ നിങ്ങളുടെ അരികിലോട്ട് തിരിച്ചു വന്ന് മാപ്പ് പറയുന്ന ആ തരത്തിലുള്ള രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം. അത്രയേറെ നിങ്ങൾ ഉയർന്ന് ധനപരമായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളോട് കൂടിയിട്ടും അത്രയേറെ വളർച്ച അനുഭവിക്കാൻ പോകുന്നൊരു സമയമാണ്. ശ്രേഷ്ഠമാണ്. ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുക. കാരണം ഇത്രയെല്ലാം സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പോകുന്നൊരു സമയമാണ്. ഇനി ദോഷദുരിതങ്ങൾ ഉണ്ടാവില്ല. എല്ലാ തടസ്സങ്ങളും നീങ്ങുകയാണ്. അപ്പോൾ ഭഗവാന്റെ ഈശ്വരാധീനം നിർബന്ധമായിട്ടും ഭവനത്തിൽ വേണം. ശുഭം.